ഗൈസ്, എല്ലാവർക്കും സുഖമല്ലേ? സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ അഗ്ലോണിമ പ്ലാന്റിന്റെ പാർട്ട് 2 ആണ്. നേരത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് അഗ്ലോണിമ പ്ലാന്റിനെ പറ്റിയായിരുന്നു. എന്നാൽ ഈ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് അതിന്റെ കെയറിംഗ് ടിപ്സ് ആണ്. വേറെ ഒന്നുമല്ല, നമുക്ക് ഈസിലി പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ എന്ന് പറയുന്നത്. പക്ഷെ നമ്മൾ കുറച്ച് 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. ഫസ്റ്റത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഒരിക്കലും ബ്രൈറ്റ് ഡയറക്റ്റ് സൺലൈറ്റിൽ അഗ്ലോണിമ പ്ലാന്റ്സ് കീപ്പ് ചെയ്യാൻ പാടില്ല. എപ്പോഴും അതൊരു ഇൻഡയറക്റ്റ് സൺലൈറ്റിന്റെ സ്ഥലത്തായിരിക്കണം നമ്മളിത് പ്ലേസ് ചെയ്യേണ്ടത്. കാരണം ഇതൊരു ഇൻഡോർ പ്ലാന്റ് ആണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, ഈ ചെടികൾക്ക് മോയ്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. മോയ്സ്ചർ ഇഷ്ടമാണെന്നും പറഞ്ഞ് നമ്മൾ എപ്പോഴും വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നല്ല കേട്ടോ അർത്ഥം. നമ്മൾ പോട്ടിംഗ് മിക്സ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നല്ല വെൽ ഡ്രെയിനേജ് ഉള്ള പോട്ടിംഗ് മിക്സ് ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ആ വെള്ളം കെട്ടിക്കിടക്കുന്ന സാഹചര്യം നമുക്ക് അവോയ്ഡ് ആക്കാൻ പറ്റും. കാരണം ഒരിക്കലും ഈ പ്ലാന്റ്സിൽ നമുക്ക് വെള്ളം കെട്ടിക്കിടക്കാൻ പാടില്ല. മൂന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതൊരു എയർ പ്യൂരിഫയർ ആണ്. അതൊരു കെയറിങ് ടിപ്പല്ല, അത് നമുക്ക് തരുന്നൊരു ബെനഫിറ്റ് ആണ്. എയർ പ്യൂരിഫയർ എന്ന് ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ വീട്ടിൽ ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ എന്നൊക്കെ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേൾക്കുമ്പോൾ സയൻസ് സ്റ്റുഡൻസ് എല്ലാവരും ഓടിപ്പോയൊന്നും വേണ്ട കേട്ടോ. വേറെ ഒന്നുമല്ല, ഈ പറഞ്ഞ കാര്യങ്ങൾ നമ്മൾ എല്ലാവരുടെയും വീട്ടിലുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്ന ക്ലീനിങ് ഡിറ്റർജൻറ്റ്സ്, ക്ലീനിങ് പ്രോഡക്ട്സ്, ഇതില്ലാത്ത എല്ലാത്തിലും ഈ ഫോർമാൽഡിഹൈഡ്, ബെൻസീൻ എന്ന് പറഞ്ഞ 2 കാര്യങ്ങളുണ്ട്. സോ ഇതൊക്കെ നമ്മൾ ഓവറായിട്ട് ശ്വസിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഹ്യൂമൻസിനെ അത് ഭയങ്കര ഹാംഫുൾ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ പ്യൂരിഫൈ ചെയ്യാനായിട്ട് നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ് സഹായിക്കും. സോ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ബൈ.